ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ചുമ്മാ പാളത്തിൽ കൂടെ നടക്കാൻ ഇറങ്ങിയാണ്. എൻ്റെ കൂടെ അശ്വിനുണ്ട്. ഹായ് പറടാ. ഗൈസ്, അശ്വിൻ കുറേ നാളായി നമ്മുടെ വീഡിയോസിലൊക്കെ വന്നിട്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഗോസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു പാളമാണ്. അപ്പോൾ ആ സ്ഥലത്ത് കുറച്ച് മടക്കമാണ്, എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം ട്രെയിൻ എപ്പോഴാണെങ്കിലും വരാം അല്ലടാ. ഞങ്ങൾ ജസ്റ്റ് രാത്രി ബോറടിച്ചപ്പം ഇവൻ്റെ വീട്ടിൽ വന്നു. ഇവൻ നാളെ ജോലിക്ക് കയറുകയാണ്. എവിടെ ജോലി കിട്ടിയ പറ? എറണാകുളത്തൊരു കമ്പനിയിൽ ഇവന് ജോലി കിട്ടി. അപ്പോൾ അവന് നാളെ ജോയിൻ ചെയ്യണം. അപ്പോൾ അവൻ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇവനിപ്പം വൈകിട്ട് വിടാൻ നേരുന്ന ബോറടിച്ചപ്പം ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ നടക്കാൻ ഇറങ്ങിയാണ്, ബോറടി മാറ്റാൻ വേണ്ടി പാളത്തിൽ കൂടെ. അപ്പം കുറേ ആളുകളൊക്കെ മരിച്ചിട്ടുള്ള പാലമാണ്. അപ്പം തന്നെ ബോറടി പകുതി മാറിക്കിട്ട് അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയാണ്. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞൊന്നും വന്നതല്ല, ജസ്റ്റ് ഇതിൽ നടന്നു വന്നപ്പോഴത്തേക്കിനും ഒന്ന് കയറിയതാണ്. ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ടോ പറയുമ്പോൾ പേടിക്കരുത്, എനിക്കെന്നെ പേടിയൊന്നും ഇല്ലല്ലോ. അവിടെ ഒരാൾ കുറച്ചങ്ങോട്ട് മാറി അവിടെ അടുത്ത് ഒരാൾ മരിച്ചിട്ടുള്ളതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചങ്ങോട്ട് മാറി ഇവിടെ എല്ലാം ചറപറ പണ്ട് തൊട്ടേ ഇഷ്ടംപോലെ ട്രെയിൻ ആക്സിഡൻറ്റ് നടക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതിലേക്കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ട്രെയിനൊന്നും വരുന്നില്ല. സമയം എന്നാണ് 10 മണിയായോ? 11:15 ഗൈസ്. രാത്രി 11:15 ഞങ്ങൾ ട്രാക്കിൽ കൂടെ നടക്കണം. അങ്ങനെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നതാണ്. നടന്നു എന്തെങ്കിലും പറയാനുണ്ടോ? ഭയങ്കര ശോകമല്ലേ ഞാനവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് വീഡിയോ ആക്കേണ്ടി വരുമോ? അല്ല, ഇത് ഇടേണ്ടി വരുമോ? തൊട്ടപ്പുറത്തൊക്കെ വീടൊക്കെ ഉണ്ട് ഗൈസ്. ആ ട്രാക്കിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്നതല്ല, ജസ്റ്റ് നടക്കുന്ന വഴിക്ക് ഒരു വീഡിയോ ചെയ്യാമല്ലോ തോന്നി. എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യില്ല. അപ്പോൾ അതിനിടയ്ക്കൊരു ജസ്റ്റ് ഒരു ഫണ്ണ് പോലെ ചുമ്മാ അടക്കം ഇറങ്ങിയത്. വവ്വാലൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഫുൾ മൂണുണ്ട്. ഫുൾ മൂണല്ലേ, ഹാഫ് മൂണുണ്ട്. എവിടെ നടന്നു കുറേ വന്നില്ലോടാ. കുറച്ച് അവിടെ ഒരു പാലമുണ്ട് ഗൈസ്. മറ്റേ റെഡ് ലൈറ്റ് കാണത്തില്ല. ട്രെയിൻ വരുന്നില്ല. ട്രെയിൻ വരുവാണെങ്കിൽ അവിടെ ഗ്രീൻ കത്തും. അപ്പോൾ ഗൈസ് ഞങ്ങൾ നടന്ന് പോവാണ്. അവിടെ ഒരാൾ പണ്ടൊരു ബായി ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ചാട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അവിടെ ഒരു ഗൈസ്, അവിടെ ഒരു പാലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് ഒരാൾ ചാടി ചത്തിട്ടുണ്ട്. അതായത് ചാടി ട്രെയിൻ വന്നപ്പം കറക്റ്റ് ഫ്രണ്ടോട്ട് ചാടി ആ സ്പോട്ടിൽ തന്നെ ട്രെയിൻ കയറി മരിച്ചിട്ടുണ്ട്. അപ്പം അവിടം വരെ നമുക്ക് പോയിട്ട് തിരിച്ചു പോകും. വണ്ടി ഇരിക്കുന്ന അങ്ങോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ആ മണ്ടേന്ന് വീണ അത്രയും ഹൈറ്റ് അല്ലടാ. അപ്പോൾ അതാണ് സംഭവം. നല്ല സൈലന്റ് അല്ലേ? പാളത്തെ കൂടെ രണ്ടുപേര് റെയിൽവേ പോലീസാന്ന് വിചാരിച്ചുള്ളൂ. എന്നാണ് നമുക്ക് അവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു പോവാം. തിരിച്ച് നമുക്ക് അപ്പുറത്തെ ട്രാക്കുണ്ട്, നമുക്ക് അതിലെ കൂടെ ആണ് തിരിച്ചു പോവാം. എന്താടാ ഇവിടെ അവിടെ എന്താ സൗണ്ട് കിട്ടും? പാലത്തിൻ്റെ അവിടെ എത്താറായി. ഇവിടെ വന്നപ്പോൾ ഒരു ഭീകരത. പാലം കണ്ടിട്ടാണോ ഇനി? പിന്നെ ഗൈസ് ഞാനൊരു ലൈവ് വീഡിയോ ചെയ്താലും പാർട്ടീസ് ഗൈസ് പാർട്ടി ഷോ തുടങ്ങി. അപ്പം ഞാനൊരു ലൈവ് വീഡിയോ ചെയ്താലും ആലോചിക്കുന്നുണ്ട്. അതായത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് ലൈവായിട്ട് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു ടൈമിൽ, അതും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ കൂടുതലും ചെയ്യുന്നത് രാത്രി ടൈമിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ പടം പറയുന്നുണ്ട്. അപ്പോൾ പാലത്തിനടി വന്ന ഗൈസ് നീ വല്ല ട്രെയിൻ ഇടിച്ചിടക്കാന്ന് വിചാരിച്ചോ? തിരിച്ചങ്ങോട്ട് പോയാലോ. ഓറഞ്ച് കത്തി കേട്ടോ. അവിടെ നിന്ന് ഇത് കഴിഞ്ഞിപ്പം ഗ്രീൻ കത്തും. അപ്പോൾ ട്രെയിൻ വരുമെന്നാണ്
ഔട്ടർ അത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാക്കല്ലേ, നമ്മൾ വന്ന വഴിയിൽ നിന്ന് അങ്ങോട്ട് ട്രെയിൻ പോകും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ജസ്റ്റ് നമുക്ക് കണ്ടൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന ടൈമിൽ നമുക്കാണ് ഈ ഒരു വീഡിയോ നമുക്കിടാം. ചന്ദ്രനുണ്ട്, എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈവ് വീഡിയോ ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യും. അത് ഒരു രാത്രി ഒരു 12-നും 2 മണിക്ക് ഇടയ്ക്കുള്ള ടൈമായിരിക്കും. എടാ ഇതിൽ എന്തോ വെട്ടം പോടാ കണ്ടോ, മറ്റേ സാധനമായിരിക്കും അല്ലേ, മറ്റേ ഈ പ്രോഗ്രാമിനൊക്കെ വെക്കുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ ഈ 12 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള ടൈമിൽ ഒരു ലൈവ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. വണ്ടി പോകുന്നതായിരിക്കും. അപ്പോൾ ഒരു ലൈവ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പം നമുക്കൊരു നല്ലൊരു സ്പോട്ടിൽ ഇതുപോലെ ഗോസ്റ്റ് ഹണ്ടിങ്, അതായത് ഗോസ്റ്റ് എഫക്റ്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് പോകാം. നേരത്തെ ഏതെങ്കിലും ഗോസ്റ്റ് എഫക്റ്റ് ഉള്ള സ്ഥലം നമ്മൾ പോയതോ അല്ലെങ്കിൽ ഇതുപോലെ പുതിയ ഏതെങ്കിലും സ്ഥലം കിട്ടുന്നതോ ഏതുവേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസിലൊന്നും ഇപ്പം എന്താ സൗണ്ട് കേട്ടോ, അവിടെ നിന്ന് സൗണ്ട് കിട്ടും. എന്തെങ്കിലും പറയണം. കണ്ടന്റായിട്ടൊന്നും ഇല്ല. ഇവനിപ്പോൾ ഇന്ന് വന്നതേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരമാണ് ഇവൻ വന്നത്. 8 മണിയൊക്കെ വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പോയിരുന്ന് ബോറടിച്ചപ്പോഴത്തേക്കിനും ഇന്ന് ഇറങ്ങിയതാണ്. നേരത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റൊക്കെ കുറച്ച് തട്ടിക്കൂട്ടായിരുന്നു. അത് ഇച്ചിരി ദൂരമുള്ള ഏരിയയിലൊക്കെ ആയിരുന്നു നമുക്ക് പോയി ഒരു വീഡിയോ ചെയ്യാമായിരുന്നു. ഇപ്പം പെട്ടെന്ന് വന്നതുകൊണ്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് കിട്ടിയ ജോലിയായിപ്പോയി. കഴിഞ്ഞ ദിവസം കണ്ട് ഇൻ്റർവ്യൂ ഓൺലൈൻ വഴി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് അവർ വിളിച്ചിട്ട് പോയ പോക്കാണ്. അപ്പോൾ എന്നെ ജോലിയാണ് കിട്ടിയിട്ടുണ്ട്. ഇനി എറണാകുളം ഏരിയയിലൊക്കെ ഇവനെ കാണാൻ പറ്റും. ഏതാ കാക്കനാടോ? എറണാകുളം കാക്കനാട് ഏരിയയിലൊക്കെ അശ്വിനെ ഈ മുഖം ഇനി കാണാൻ പറ്റും. ഇനി അശ്വിൻ നമ്മുടെ വീഡിയോസിലൊന്നും വലിയതായിട്ട് വരാൻ ചാൻസ് ഇല്ല. വരും, എന്നാലും വലുതായിട്ട് നേരത്തെ പോലൊന്നും വരാൻ ചാൻസ് ഇല്ല. വലിയ ജോലിയൊക്കെ ഉള്ള ആളായിപ്പോയി അല്ലടാ. അതെ. അപ്പോൾ എന്നുള്ള ഞങ്ങൾ നടന്ന കുറച്ച് ദൂരം, അവിടെ നല്ല ദൂരം നടന്നല്ലടാ, പക്ഷേ അറിയാൻ പറ്റുന്നില്ലല്ലേ പാലം എന്ത് ദൂരത്താന്ന് കേസ്. അപ്പോൾ എന്നുള്ള ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് പറയാനുള്ള ലൈവിൻ്റെ കാര്യമാണ്. ഞാനൊരു ഓജോ ബോർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് ലൈവായിട്ട് ചെയ്താലെന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ദിവസം ലൈവ് ചുമ്മാ എന്നിട്ട് നമുക്ക് ലൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ലൈവ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒരു ലൈവ് ഇട്ടായിരുന്നു. ചുമ്മാ ക്യാമറ പൊത്തി പിടിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് വ്യൂ ഒന്നും വന്നൊന്നുമില്ല. അതിൻ്റെ രീതി എങ്ങനെയാണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. അതുപോലെ ടൈം നോക്കിയിട്ട് ഓജോ ബോർഡിൻ്റെ ചെയ്യാം. അപ്പം ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നെറ്റ് കണക്ഷൻ പക്കയായിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഒരു വീഡിയോ സെറ്റാക്കാൻ. എന്നാണേലും ടൈം വരുന്നുണ്ടോ എന്നാണല്ലോ നമുക്ക് ട്രാക്കിൻ്റെ ഇത് നടുക്കുന്നേറാ ഇല്ല. നമ്മളിത് എത്ര കണ്ടാ പോലീസ് അങ്ങനെ സീനൊന്നുമില്ല. നമ്മളിപ്പം ജസ്റ്റ് നടക്കാൻ ട്രാക്കിൽ കൂടെ നടക്കുന്നത് ശരിയല്ല. ലീഗലി നോക്കി കഴിഞ്ഞാൽ തെറ്റ. റെയിൽവേന്ന് കോള് വരരുത്. വീഡിയോ കണ്ടിട്ട് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയക്കുന്നില്ലാതെ വേറെ ആരും നമ്മളെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറില്ല. എന്നാണേലും വീഡിയോ എൻഡ് ചെയ്തേക്കാം അല്ലേ. എന്നാലും കൈസ് ഓജോ ബോർഡിൻ്റെ വീഡിയോ കാണാം. അത് ഞാൻ ലൈവായിട്ട് ചെയ്യണോ അല്ല ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. അത് നമ്മൾ സാധാരണ ചില ആൾക്കാരുണ്ട് വീഡിയോ ഓജോ ബോർഡ് ഇങ്ങനെ കൈ അനക്കിയിട്ട് അവർ പറയും അനങ്ങിയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ പറയും അത് അവർ തന്നെ അനക്കിയതാണെന്ന് പറയും. നമ്മളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളത് റിയലായിട്ട് അതിൻ്റെ ഒരു വൈബിൽ ശരിക്കും അത് എങ്ങനെയാണ് അതിൻ്റെ റൂളൊക്കെ നോക്കിയിട്ട് റിയലായിട്ട് അങ്ങനെ വല്ലതും വരുമോ എന്നറിയാനാണ് നമ്മൾ. അപ്പം വന്നില്ലെങ്കിൽ നമ്മൾ വന്നില്ലെന്ന് തന്നെ പറയും. അപ്പം അതൊന്ന് നോക്കാനാണ് പോകുന്നത്. എന്നാണെങ്കിലും അത് കാണാം അല്ല അജയ് മോനും അല്ല അശ്വിനെ. അപ്പം ഓജോ ബോർഡ് നിനക്ക് ഓജോ ബോർഡ് കളിച്ചല്ലോ എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പം ഓജോ ബോർഡ് എങ്ങനെയാണെന്നും എന്താണെന്നൊക്കെ നമ്മൾ നോക്കാൻ പോകണം. എല്ലാവരും ചെയ്യുന്ന പോലെ ഇരുട്ടുമുറി കയറി ഇരുന്നിട്ട് ചുമ്മാ കൈ അനക്കിയിട്ട് പറയുന്ന പോലെയല്ല. നമ്മൾ ഓജോ ബോർഡിന് ശരിക്കും ഒരു സാധനമുണ്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പിലൊരു സാധനമുണ്ട്. നമ്മുടെ ഈ സ്പെല്ലിങ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ABCD അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ട് മാത്രം വരുന്ന ടൈപ്പ് ഒരു സാധനമുണ്ട്.
അതുകൂടി സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്യും. അപ്പം റിയലായിട്ട് നമുക്ക് അതിൻ്റെ പ്രസൻസ് കിട്ടുമോ, അല്ലെങ്കിൽ കൈ അനങ്ങി കറക്റ്റ് അക്ഷരങ്ങളിലേക്കൊക്കെ ഇത് നീങ്ങുമോ എന്നൊക്കെ നമുക്ക് നോക്കണം. നടക്കാൻ തുടങ്ങിയിട്ട് വീഡിയോ 12 മിനിറ്റായി. എന്നാലും നോക്കുവാണ്. അപ്പം നമുക്ക് എന്നാലും ഈ വീഡിയോയുടെ ചെൻഡ് ചെയ്യാം അല്ലേ? കുറേ നേരം ട്രെയിനൊന്നും വന്നില്ല. ട്രെയിൻ വരുവായിരുന്നു, ട്രെയിനിൻ്റെ വീഡിയോ ഇടായിരുന്നു. എന്നാലും വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇപ്പം ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടിയും പറയുക. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ ഗോസ്റ്റ് ഇല്ല ഗൈസ്. എന്നാലും വീഡിയോ എൻ്റെ ഇതൊക്കെ അല്ലേ. ഒരു ബൈ പറ. ബൈ.